ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. PSCG അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോയിലൂടെ പോലീസ് കോൺസ്റ്റബിൾ APB എന്ന തസ്തികയെ പറ്റിയും അതുപോലെ തന്നെ വനിതാ പോലീസ് ഓഫീസറെ പറ്റിയും ആ തസ്തികകളുടെ കട്ട് ഓഫ് സാധ്യതകളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. തുടർന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടതായ +2 തലത്തിലുള്ള തസ്തികകൾ സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ, ഫയർ വുമൺ, ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളാണ്. അവയുടെ കട്ട് ഓഫ് അവലോകനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് കഴിഞ്ഞ എപ്പിസോഡിൽ പോലീസ് കോൺസ്റ്റബിൾ APB ബറ്റാലിയനിലെ KAP 3 ബറ്റാലിയനെ പറ്റി പറഞ്ഞപ്പോഴുണ്ടായ ഒരു ചെറിയ പിശക് ഞാൻ തിരുത്തുകയാണ്. അവിടെ ഞാൻ മുൻ റാങ്ക് ലിസ്റ്റിലെ കട്ട് ഓഫ് 30 ആയിരുന്നു എന്നോ മറ്റോ പറഞ്ഞു. അവിടെ 39 സംതിങ് ആണ് വന്നിരുന്നത്. അത് ഡേറ്റ ടൈപ്പ് ചെയ്ത് വന്നപ്പോൾ വന്ന ഒരു പിശകായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ കട്ട് ഓഫ് പറഞ്ഞപ്പോൾ ഞാൻ കുറേ താഴ്ത്തി പറഞ്ഞു, 28 to 38 എന്ന് പറഞ്ഞു. പക്ഷേ ആ 38 എന്നുള്ള റേഞ്ചൊക്കെ ന്യായമായൊരു റേഞ്ച് തന്നെയാണ്. എങ്കിലും ഈ 3 ജില്ലകൾ ഉൾക്കൊള്ളുന്ന ഈ ബറ്റാലിയനിൽ എപ്പോഴും മറ്റു ബറ്റാലിയനുമായി താരതമ്യം ചെയ്യുമ്പോൾ കട്ട് ഓഫ് മുന്നിലോട്ട് കയറി നിൽക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം ആ ജില്ലകളുടെ ഒരു പ്രത്യേകതയാണത്. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ 3 ജില്ലകൾ ഉൾക്കൊള്ളുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു കോമ്പറ്റീഷൻ കൂടുതലാണ്. അവിടെ കട്ട് ഓഫ് 28 എന്നതിൽ നിന്ന് ഞാനൊരു 32 to 42 എന്ന റേഞ്ചിലേക്ക് മാറ്റുകയാണ് എന്ന് കരുതി 28 വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്തതായി നമുക്ക് അവശേഷിക്കുന്ന +2 തല തസ്തികകളായ സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ, ഫയർ വുമൺ, ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് എന്നിവയുടെ കട്ട് ഓഫ് സാധ്യതകളെ ഒന്ന് അവലോകനം ചെയ്യാം. ആദ്യമായി സിവിൽ എക്സൈസ് ഓഫീസർ. സിവിൽ എക്സൈസ് ഓഫീസറെ പറ്റി നിങ്ങൾക്കറിയാം, അത് ജില്ലാതല സെലക്ഷനാണ്. 14 ജില്ലകളിലേക്കും സെലക്ഷൻ ഉണ്ട്. ഈ തസ്തികയിലേക്ക് നമുക്കറിയാം എപ്പോഴും ഒരു 100-ൽ താഴെ നിയമനങ്ങൾ നടക്കുന്ന ഒരു തസ്തികയാണ് സിവിൽ എക്സൈസ് ഓഫീസർ. തിരുവനന്തപുരം ജില്ലയിലാകട്ടെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 72 നിയമനങ്ങളാണ് നടന്നത്. 8/4/2019 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അന്നത്തെ റാങ്ക് ലിസ്റ്റിൽ 162 പേരെയാണ് ഉൾക്കൊള്ളിച്ചിരുന്നത്. 56 മാർക്കായിരുന്നു അന്ന് കട്ട് ഓഫ്. പക്ഷേ ഈ 162 പേരാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നെന്ന് കരുതി ഇപ്പോൾ വരാൻ പോകുന്ന ഷോർട്ട് ലിസ്റ്റിനെ പറ്റി നിങ്ങൾ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. കാരണം എപ്പോഴും ഷോർട്ട് ലിസ്റ്റിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തും. അതിനുശേഷം നമുക്കറിയാം സിവിൽ എക്സൈസ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു എൻഡുറൻസ് ടെസ്റ്റ് ഉണ്ട്. അതിനുശേഷം ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. ഈ 2 തലങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഈ 2 തലങ്ങളിലും ഫിസിക്കൽ മെഷർമെന്റിലും കുറേയേറെ ഉദ്യോഗാർത്ഥികൾ അയോഗ്യരായിത്തീരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഷോർട്ട് ലിസ്റ്റ് ഇടുമ്പോൾ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ഇടുക. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു 650 മുതൽ 750 പേരെ വരെയുള്ള ഒരു ഷോർട്ട് ലിസ്റ്റാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്. കട്ട് ഓഫിനെ പറ്റി പറഞ്ഞാൽ നമ്മളുടെ ഒരു കട്ട് ഓഫ് പ്രതീക്ഷ 47 മുതൽ 57 വരെയാണ്. 47 മുതൽ 57 വരെയുള്ള മാർക്കാണ് സിവിൽ എക്സൈസ് ഓഫീസറുടേതായി ഒരു കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിൽ 8/4/2019 നിലവിൽ വന്ന ലിസ്റ്റിൽ നിന്ന് 42 പേർക്കാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്. 145 പേരെയാണ് അന്ന് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തിയിരുന്നത്. 47.33 ആയിരുന്നു കട്ട് ഓഫ്. ഇവിടെയും ഇപ്പോൾ വരാൻ പോകുന്ന ഷോർട്ട് ലിസ്റ്റിൽ, ഈ ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് എൻട്രൻസ് ടെസ്റ്റിന് വേണ്ടിയുള്ളതാണ്. എൻട്രൻസ് ടെസ്റ്റ് കഴിയുമ്പോൾ വീണ്ടും ഒരു ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ആ ഷോർട്ട് ലിസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയുള്ളതായിരിക്കും. അവിടെ ഫിസിക്കൽ ടെസ്റ്റ് ജയിക്കുന്നവരെയാണ് പിന്നെ റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുക. ഇതാണ് ഇതിൻ്റെ രീതി. അപ്പോൾ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷ 600 മുതൽ 700 വരെ ഉദ്യോഗാർത്ഥികളെയാണ്. ഇവിടുത്തെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 45 മാർക്ക് മുതൽ 55 വരെ പ്രതീക്ഷിക്കുന്നു. 45 മുതൽ 55 വരെ. അടുത്തത് പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ലയിൽ 8/4/2019 നിലവിൽ വന്ന ലിസ്റ്റിൽ നിന്ന് ആകെ 29 നിയമനങ്ങളെ നടന്നിട്ടുള്ളൂ. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലെ അവസാനത്തെ റാങ്ക് 159 ആയിരുന്നു, 44 ആയിരുന്നു കട്ട് ഓഫ്. ഇവിടെയും നമുക്ക് 600 മുതൽ 700 വരെയുള്ള ഒരു ഷോർട്ട് ലിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. കട്ട് ഓഫ് 42 മുതൽ 52 വരെയാകാം എന്ന് കരുതുന്നു. അടുത്തത് ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ 8/4/2019 നിലവിൽ വന്ന ലിസ്റ്റിൽ നിന്ന് കേവലം 16 നിയമനങ്ങളാണ് നടന്നത്. 197 പേരെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. മെയിൻ ലിസ്റ്റിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തിയിരുന്നു എന്ന് പറയുമ്പോൾ മൊത്തമുള്ള കാര്യമല്ല പറയുന്നത്, മെയിൻ ലിസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. മെയിൻ ലിസ്റ്റിലെ കട്ട് ഓഫ്
39.33 ഇവിടെയും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നമ്പർ എന്ന് പറയുന്ന 550 മുതൽ 650 വരെയാണ്. കട്ട് ഓഫ് ഒരു 40 to 50 ഇതിനിടയിലായിരിക്കുമെന്ന് കരുതപ്പെടുന്നു. അടുത്തത് കോട്ടയമാണ്. ഞാനിതൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കണം, ഞാൻ ഈ 550 to 650 എന്ന് പറയുന്നത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണമാണ്. അതിനനുസരിച്ചുള്ള സപ്ലിമെന്ററി ലിസ്റ്റും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അടുത്തത് കോട്ടയമാണ്. കോട്ടയത്ത് 8/4/2019 നിലവിൽ വന്ന ലിസ്റ്റിൽ നിന്ന് 18 പേർക്ക് മാത്രമേ നിയമനം ലഭിച്ചുള്ളൂ. അവിടെ 187 പേരെ പഴയ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തി 44.33 ആയിരുന്നു കട്ട് ഓഫ്. ഇവിടെയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ സിവിൽ എക്സൈസ് ഓഫീസറുടെ മെയിൻ ലിസ്റ്റിൽ 550 to 650 പേരെ ഉൾപ്പെടുത്തുമെന്ന് നമ്മൾ കരുതുന്നു. ബാക്കി സപ്ലിമെന്ററി ലിസ്റ്റ് കൂടെ ഒക്കെ ആകുമ്പോൾ ഏകദേശം 1000-ഓളം ഉദ്യോഗാർത്ഥികൾ മൊത്തം ലിസ്റ്റിൽ ഉൾപ്പെട്ട് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കട്ട് ഓഫ് 40 to 50 തന്നെയാണ്. അടുത്ത ജില്ല ഇടുക്കിയാണ്. ഇടുക്കിയിൽ 8/4/2019 നിലവിൽ വന്ന ലിസ്റ്റിൽ നിന്ന് 23 പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചത്. 200 പേർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു. അവിടെ കട്ട് ഓഫ് 45.67 ആയിരുന്നു. ഇവിടെയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ, ഷോർട്ട് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത് 600 മുതൽ 700 വരെ ഉദ്യോഗാർത്ഥികളെയാണ്. എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് 40 to 50. അടുത്തത് സിവിൽ എക്സൈസ് ഓഫീസർ എറണാകുളം ജില്ല. 37 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത്. 234 പേർ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു. 50.67 ആയിരുന്നു അവിടെ കട്ട് ഓഫ്. ഇവിടെയും ഒരു 650 മുതൽ 750 പേർ വരെ ഇനി വരാൻ പോകുന്ന ഷോർട്ട് ലിസ്റ്റിന്റെ എൻഡുറൻസ് ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടി എടുക്കുന്ന ഈ ഷോർട്ട് ലിസ്റ്റിന്റെ മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുമെന്ന് കരുതുന്നു. തുടർന്ന് സപ്ലിമെന്ററി ലിസ്റ്റ് ഉണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് 45 മുതൽ 55 വരെ. അടുത്തത് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ 17 നിയമനങ്ങളാണ് നടന്നത്. 206 പേർ മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടു. 47 ആയിരുന്നു കട്ട് ഓഫ്. നമ്മൾ മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുത്തും, ഷോർട്ട് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുത്തുമെന്ന് കരുതുന്നത് 600 മുതൽ 700 വരെ പേരെയാണ്. എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 43 മുതൽ 53 വരെയാണ്. അടുത്തതാകട്ടെ പാലക്കാടാണ്. പാലക്കാട് 33 നിയമന ശുപാർശകളാണ് നടന്നിട്ടുള്ളത്. 231 പേരാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടിരുന്നത്. 53.33 ആണ് കട്ട് ഓഫ് ആയി വന്നത്. ഇവിടെയും 650 to 750 എന്ന് വരുന്ന ഒരു റേഞ്ചിൽ ഒരു മുഖ്യ പട്ടിക ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കട്ട് ഓഫ് ആയിട്ട് വിലയിരുത്തുന്നത് 45 to 55 എന്നതാണ്. അടുത്തത് മലപ്പുറമാണ്. മലപ്പുറം 8/4/2019 വന്ന ലിസ്റ്റിൽ നിന്ന് 37 പേർക്ക് നിയമനം ലഭിക്കുന്നു. അവിടെ 235 പേരുള്ള ഒരു ലിസ്റ്റാണ് നിലവിൽ വന്നത്. അവിടെ 48.33 ആയിരുന്നു കട്ട് ഓഫ്. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 650 മുതൽ 750 പേരെ വരെ ഷോർട്ട് ലിസ്റ്റിന്റെ മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുത്താം. തുടർന്ന് സപ്ലിമെന്ററി ലിസ്റ്റ് ഉണ്ടാകുമെന്ന് നമ്മൾ കണക്ക് കൂട്ടുന്നു. അവിടെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 44 മുതൽ 54 വരെ, 44 മാർക്ക് മുതൽ 54 മാർക്ക് വരെയാണ്. അടുത്തത് സിവിൽ എക്സൈസ് ഓഫീസർ കോഴിക്കോട്. 8/4/2019 നിലവിൽ വന്ന ലിസ്റ്റിൽ നിന്ന് 40 പേർക്കാണ് നിയമനം ലഭിച്ചത്. 179 പേർ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. 48.33 ആയിരുന്നു കട്ട് ഓഫ്. ഇപ്പോൾ 650 മുതൽ 750 വരെ ഉദ്യോഗാർത്ഥികൾ ഇനി വരുന്ന ഷോർട്ട് ലിസ്റ്റിന്റെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടാകാമെന്ന് കരുതുന്നു. 45 മുതൽ 55 വരെയുള്ള കട്ട് ഓഫ് ആണ് പ്രതീക്ഷിക്കുന്നത്. വയനാട്ടിലേക്ക് വരുമ്പോൾ 8/4/2019 നിലവിൽ വന്ന ലിസ്റ്റിൽ നിന്ന് കേവലം 26 പേർക്കാണ് നിയമനം ലഭിച്ചത്. 227 പേർ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അവിടെ 39 മാർക്ക് ആയിരുന്നു കട്ട് ഓഫ്. നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് 600 മുതൽ 700 വരെയുള്ള ഉദ്യോഗാർത്ഥികളാണ് മെയിൻ ലിസ്റ്റിൽ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് 40 മുതൽ 50 വരെയാണ്. കണ്ണൂരിലേക്ക് വരുമ്പോൾ കണ്ണൂരിൽ 8/4/2019 നിലവിൽ വന്ന ലിസ്റ്റിൽ 37 പേരെയാണ് അഡ്വൈസ് ചെയ്തത്. 181 പേർ അന്ന് റാങ്ക് ലിസ്റ്റിന്റെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. 45.33 ആയിരുന്നു കട്ട് ഓഫ്. ഇപ്പോൾ 650 മുതൽ 750 വരെ ഒരു മെയിൻ ലിസ്റ്റ് ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നു. പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് 42 മുതൽ 52 വരെയാണ്. അടുത്തത് അവസാന ജില്ലയിലേക്ക് കടക്കുകയാണ് കാസർഗോഡ്. കാസർഗോഡ് 196 പേരാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 40 മാർക്കായിരുന്നു കട്ട് ഓഫ്. അന്ന് അവിടെ 26 നിയമനങ്ങളാണ് നടന്നത്. 650 മുതൽ 750 വരെ ഉദ്യോഗാർത്ഥികൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തപ്പെടുമെന്ന് കരുതുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കട്ട് ഓഫ് 40 മുതൽ 50 വരെയാണ്. ഇതാണ് സിവിൽ എക്സൈസ് ഓഫീസറുടെ അവസ്ഥ. ഇവിടെ നിങ്ങൾ സിവിൽ എക്സൈസ് ഓഫീസറെ പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇനി ഇടുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് എൻഡുറൻസ് ടെസ്റ്റിന് വേണ്ടിയുള്ള ഒരു ലിസ്റ്റാണ്.
എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, 13 മിനിറ്റിൽ 2.5 കിലോമീറ്റർ ഓടിയെത്തണം. അതാണ് എൻട്രൻസ് ടെസ്റ്റിലൂടെ PSC നമ്മെ പരീക്ഷിക്കുന്നത്. ഈ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകും. അവിടെ 8 ഐറ്റമാണുള്ളത്. 8 ഐറ്റത്തിൽ 5 ഐറ്റം പാസ്സാകണം. അടുത്ത തസ്തിക ഫയർമാൻ ട്രെയിനിയാണ്. ഫയർമാൻ ട്രെയിനി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ 17/12/2018 നിലവിൽ വന്ന കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 443 പേർക്ക് നിയമനം ലഭിച്ചു. അവിടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് 541 പേരെയായിരുന്നു. പക്ഷെ റാങ്ക് ലിസ്റ്റിന് മുന്നോടിയായി ഫിസിക്കൽ ടെസ്റ്റിന് മുൻപുള്ള ലിസ്റ്റിൽ ഏകദേശം ഒരു 2700ഓളം ആൾക്കാരെ ഉൾപ്പെടുത്തിയിരുന്നു. അവരിൽ നിന്നും ഫിസിക്കൽ ടെസ്റ്റ്, ഫിസിക്കൽ മെഷർമെന്റ് ഇവയ്ക്ക് ശേഷം ലഭിച്ച ഉദ്യോഗാർത്ഥികളാണ് ഞാൻ ഈ പറഞ്ഞ മെയിൻ ലിസ്റ്റിൽ വന്ന 641. ഇതുകൂടാതെ സപ്ലിമെന്ററി ലിസ്റ്റും ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് 52 മുതൽ 62 വരെയാണ്. ഫയർമാൻ ട്രെയിനിയുടേതായി നമ്മൾ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് 52 to 62 എന്നതാണ്. ഇത് ഒരു സ്റ്റേറ്റ് തലത്തിലുള്ള പരീക്ഷയാണെന്ന് നിങ്ങളോട് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. അടുത്തത് ഫയർ വുമൻ ആണ്. ഫയർ വുമൺ ആദ്യത്തെ ഒരു സെലക്ഷൻ ആണെന്ന് തോന്നുന്നു. നേരത്തെ അങ്ങനെ സെലക്ഷൻ നടന്ന് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡേറ്റാസ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. ഇപ്പോഴെത്ര വേക്കൻസി ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. എത്ര ഫയർ വുമൺ തസ്തികകളാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. ഒരു പുതിയ സെലക്ഷനാണ്. ഇവിടെ നമ്മളുടെ സിവിൽ എക്സൈസ് ഓഫീസറുടെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ ജില്ലാതല സെലക്ഷനാണ്. അത്ര അധികം കൂടുതൽ നിയമനങ്ങൾ നടക്കില്ല എന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു 46 മുതൽ 56 വരെയുള്ളൊരു കട്ട് ഓഫ് വിവിധ ജില്ലകളിൽ ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നു. ഇതൊരു ജില്ലാ സെലക്ഷനാണ്. അത് ജില്ല തിരിച്ച് ഞാൻ പറയുന്നില്ല. കാരണം മുൻ സെലക്ഷൻ ഡീറ്റെയിൽസ് ഒന്നും തന്നെ നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെയാണത് കോമൺ ആയി പറഞ്ഞു പോയത്. ഇനി അവശേഷിക്കുന്നത് ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ്. ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റിനെ പറ്റി നിങ്ങൾക്കറിയാം. സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ളൊരു സെലക്ഷനാണ് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ. നേരത്തെ അവിടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറുടെ സെലക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് പ്രൊമോഷനിലൂടെ നൽകിക്കൊണ്ടിരുന്ന ഒരു തസ്തികയായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതുതായിട്ടാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതും ഫസ്റ്റ് സെലക്ഷൻ ആണെന്നാണ് തോന്നുന്നത്. ഈ സെലക്ഷനിൽ തീപാറുന്ന പോരാട്ടമാണ് നടന്നത്. നമുക്കറിയാം, ഇവിടെ നടന്ന മത്സരങ്ങളിൽ ഏറ്റവും തീപാറുന്ന പോരാട്ടം കാൻഡിഡേറ്റ്സിൽ നിന്നുണ്ടായത് ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് തസ്തികയ്ക്ക് വേണ്ടിയുള്ള പരീക്ഷയിലായിരിക്കും. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ പ്രിലിമിനറി പരീക്ഷ നേടി ഈ പരീക്ഷ എഴുതാൻ യോഗ്യരായവർ 74.62 മാർക്ക് മുതലുള്ളവരായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവർ എത്രമാത്രം കഴിവുറ്റവരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു സ്റ്റേറ്റ് തലത്തിലുള്ള ഒരു സെലക്ഷൻ നടക്കുന്നു. ആ സെലക്ഷനിൽ 74.62 അതിനു മുകളിലോ വാങ്ങിയ ആളുകൾ ഉൾപ്പെട്ടു വന്ന ഒരു ലിസ്റ്റ്. ആ ലിസ്റ്റിലുള്ളവർ മാസങ്ങൾക്ക് ശേഷം, കൂടുതൽ പ്രിപ്പറേഷന് ശേഷം വീണ്ടും ഒരു പരീക്ഷ എഴുതുകയാണ്. അപ്പോഴവിടെ പരീക്ഷയുടെ സ്റ്റാൻഡേർഡ് എത്ര ഉയർന്നു വന്നു എന്ന് പറഞ്ഞാൽ പോലും അവരത്ര പുറകോട്ട് പോകുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ 64 മുതൽ 74 വരെയുള്ളൊരു കട്ട് ഓഫ് ആണ് ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ +2 തലത്തിലുള്ള പ്രധാന തസ്തികകളെയൊക്കെ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞു. ഇവിടെ എപ്പോഴും കട്ട് ഓഫ് ഒക്കെ പറയുമ്പോൾ ഒരപകടം സംഭവിക്കാറുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ കട്ട് ഓഫിനേക്കാൾ താഴെയാണ് മാർക്ക് വരുന്നതെങ്കിൽ ചിലർ കരുതുമോ അങ്ങനെ പറഞ്ഞല്ലോ അതുകൊണ്ട് ഇനി അത് ഞാൻ വരില്ല എന്നൊക്കെ കരുതിയിരിക്കും. പ്രത്യേകിച്ചും ഈ ഫിസിക്കൽ ടെസ്റ്റ് പോലുള്ള കാര്യങ്ങളുള്ളവരെ സംബന്ധിച്ചാണ് ബുദ്ധിമുട്ടുണ്ടാകുക. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത് മുഖ്യ പട്ടികയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. മുഖ്യ പട്ടികയിൽ തന്നെ ചിലപ്പോൾ ഇതിനേക്കാൾ താണു പോകാം. താണു പോകരുതെന്നൊന്നുമില്ല. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം ഒന്നും നമുക്കറിയില്ല. ഗവൺമെന്റിൽ നിന്ന് ലിസ്റ്റുകളുടെ വലിപ്പം കുറയ്ക്കാനുള്ള ഒരു കമ്പൽഷൻ PSCക്ക് ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ എണ്ണമൊക്കെ വരുന്നതെന്നൊന്നും ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും നമുക്കൊന്നും തീർച്ചപ്പെടുത്തുക വയ്യ. ആ ഒരു സാഹചര്യമാണ്. അപ്പോൾ എന്തൊക്കെ പ്രതികൂല കാലാവസ്ഥയുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഫിസിക്കൽ ടെസ്റ്റ്
ഇതിനെ ഫേസ് ചെയ്യേണ്ട ആളുകൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഇതിന് പര്യാപ്തമാണെന്ന് സ്വയം മനസ്സിനെ വിശ്വസിപ്പിച്ചുകൊണ്ട് ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി കുറേശ്ശെയായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഫയർമാൻ ഫയർവുമൺ തസ്തികകളിലേക്ക് നീന്തൽ കൂടെ ആവശ്യമുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് നീന്തൽ അറിയാത്തവർ കമ്പൽസറി നീന്തൽ പഠിക്കുക. അതുപോലെ തന്നെ ആ ഐറ്റംസുമായിട്ട് പരിചയപ്പെട്ടിട്ട് 8 ഐറ്റംസിൽ നമ്മൾ 5 ഐറ്റം എടുക്കണം. അത് സിവിൽ എക്സൈസ് ഓഫീസറിനും ബാധകമാണ്. അതുപോലെ തന്നെ എൻട്രൻസ് ടെസ്റ്റിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അവിടെ ഓട്ടം വരുന്നുണ്ട്. അപ്പോൾ ആ പറയുന്ന നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് ഓടിയെത്താൻ കഴിയണം. അതും കുറേശ്ശെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. കാരണം നമ്മൾ ഈ സിവിൽ എക്സൈസ് ഓഫീസറുടെ ലിസ്റ്റിൽ വന്നു, അവിടെ ചെന്ന് എൻട്രൻസ് ടെസ്റ്റിന് ചെല്ലുമ്പോൾ അവിടെ ആ ഓട്ടത്തിൽ പരാജയപ്പെട്ടാൽ ഇത്രയും നാൾ നമ്മൾ പഠിച്ചതൊക്കെ വെറുതെയായി പോകുന്നൊരവസ്ഥ വരും. അപ്പോൾ അതുണ്ടാവരുത്. എൻട്രൻസ് ടെസ്റ്റിലോ ഫിസിക്കൽ ടെസ്റ്റിലോ സ്വിമ്മിങ്ങിലോ ഒന്നും ഒരിക്കലും നമ്മൾ ഔട്ടാകരുത്. കാരണം അത് നമുക്ക് ഏൽപ്പിക്കുന്ന ഏറ്റവും വലിയ മാനസികാഘാതമാകും. ഇതൊക്കെ നമുക്ക് ഇനിയും സമയമുണ്ടെന്ന് കുറേശ്ശെയായിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ +2 തലത്തെ സംബന്ധിച്ച് കട്ട് ഓഫ് സാധ്യതകളെ പറ്റി ഇതാണ് പറയാനുള്ളത്. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ കാര്യം ഇപ്പോഴും പറയുന്നു, ഇത് കട്ട് ഓഫ് സാധ്യതകൾ മാത്രമാണ്. ഇതിനൊരു കാലാവസ്ഥാ പ്രവചനം പോലെ കണക്കാക്കിയാൽ മതി. സാധ്യതകൾ മാത്രം നമ്മൾ വിലയിരുത്തുകയാണ്. കട്ട് ഓഫ് ചിലപ്പോൾ നാം അറിയാതെ വ്യത്യസ്തമായും വരാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഉദ്യോഗാർത്ഥികൾ പരീക്ഷയ്ക്ക് ശേഷം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു, സാർ കട്ട് ഓഫ് ചെയ്തേ പറ്റൂ, സാർ ചെയ്യണം. ഞാൻ ഈ സംഗതികൾ ഓരോ പരീക്ഷ കഴിയും തോറും ഇതിന് നിർത്താം, ഇത് വേണ്ട എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ നിരന്തരമായ വിളികളും മെസ്സേജും വരുന്നത്. അപ്പോഴങ്ങ് ചെയ്തു കഴിയുന്നതും നിങ്ങളെ ഒന്ന് ഉത്തേജിപ്പിക്കുകയും നിങ്ങളെ ഈ രംഗത്ത് ആക്റ്റീവാക്കി നിലനിർത്തുകയും ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംസാരമാണ് ഞാൻ എപ്പോഴും നടത്താറുള്ളത്. അത് ഞാൻ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും വിജയം ആശംസിക്കുകയാണ്. ഗുഡ് ബൈ.